ബ്രിട്ടനിലെ ലണ്ടനിൽ നിന്ന് ഒരു ട്രെയിൻ കയറി ഒരു 54 മിനിറ്റിനുള്ളിൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ എത്തുന്നതായി സങ്കല്പിക്കുക. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ കാണുന്നത് പോലെയൊക്കെ തോന്നുമെങ്കിലും സംഗതി അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകും. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ദി ബോറിംഗ് കമ്പനിയാണ് ഈ പ്രൊജക്ടിന് പിന്നിൽ. ട്രാൻസ് അറ്റ്ലാന്റിക് ടണൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള 5470 കിലോമീറ്റർ ദൂരം വെറും 54 മിനിറ്റ് കൊണ്ട് ട്രെയിൻ ഓടിയെത്തും. എന്നാൽ ഈ പദ്ധതിക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക 19 ട്രില്യൺ US ഡോളറാണ്. ഇത് ഏകദേശം ബ്രിട്ടന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5 ഇരട്ടിയോളം വരും. എന്നാൽ ഇലോൺ മസ്ക് പറയുന്നത് തന്റെ കമ്പനിയായ ദ ബോറിംഗ് കമ്പനി ഈ പദ്ധതിക്ക് ചിലവാക്കേണ്ടി വരുന്ന തുകയുടെ വെറും 1000-ലൊന്ന് തുക കൊണ്ട് ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുമെന്നുമാണ്. ഈ പദ്ധതി അപ്രായോഗികമായി തോന്നുമെങ്കിലും തുരങ്കം നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന സാങ്കേതിക വിദ്യ ഇതിനോടകം തന്നെ വികസിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഈ ട്രെയിനിന്റെ വേഗത 4800 km/h ആയിരിക്കും. നിലവിൽ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന യാത്രാ വിമാനമായ ബോയിങ് 747 8i വിമാനത്തിന്റെ ഏകദേശം 4.5 ഇരട്ടിയോളം വേഗത വരും ഇതിന്. വാക്വം ട്യൂബിന്റെ മാതൃകയിൽ നിർമ്മിച്ചെടുക്കുന്ന ടണലും കാന്തിക ശക്തിയാൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകളും ഉൾക്കൊള്ളുന്ന ഈ സംവിധാനം ഘർഷണം 0 നിലനിർത്തുന്നത് കൊണ്ടാണ് ഇത്രയും വേഗത കൈവരിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതൊരു പുതിയ ഐഡിയ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ബ്രിട്ടനെയും അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കത്തിനായുള്ള ആദ്യ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് 1895-ൽ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ജൂൾസ് വെർണിന്റെ മകൻ മൈക്കൽ വെർൺ എഴുതിയ ആൻ എക്സ്പ്രസ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന കഥയിലാണ്. അതിനുശേഷം 1913-ൽ ജർമ്മൻ എഴുത്തുകാരനായ ബെർണാഡ് കെല്ലമാൻ എഴുതിയ ദി ടണൽ എന്ന നോവൽ 1935-ൽ ട്രാൻസ് അറ്റ്ലാന്റിക് ടണൽ എന്ന പേരിൽ ഇംഗ്ലീഷ് സിനിമയായി പുറത്തിറങ്ങിയിരുന്നു. ഈ സിനിമയുടെ പേരിൽ തന്നെയാണ് ഈ പ്രോജക്റ്റും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ട്രെയിനുകളെ വിളിക്കുന്നത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ അഥവാ മാംഗ്ലൈവ് ട്രെയിൻസ് എന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ട്രെയിനുകൾ ലോകത്തിൽ ആദ്യമൊന്നുമല്ല കേട്ടോ. ജപ്പാൻ, ജർമ്മനി, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇത്തരം ട്രെയിനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. എന്നാൽ നിലവിലുള്ള ട്രെയിനുകൾക്കൊന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വരുന്ന ട്രെയിനുകളുടെ 8-ലൊന്ന് വേഗത പോലുമില്ല എന്നതും ഈ പദ്ധതിയെ അതിശയിപ്പിക്കുന്നു. എന്നാൽ ഇതെല്ലാം നടക്കുമോ എന്ന് സംശയിക്കുന്നവരുടെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. 2019-ൽ ഇലോൺ മസ്കിന്റെ തന്നെ കമ്പനിയായ സ്പേസ് എക്സ് സ്പോൺസർ ചെയ്ത ഒരു ചെറിയ ഹൈപ്പർലൂപ്പ് പ്രോട്ടോടൈപ്പ് ട്രെയിൻ 463.5 km/h വേഗത കൈവരിച്ചിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചൈന 622 km/h വേഗതയിൽ ഓടുന്ന ഒരു ട്രെയിൻ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും ട്രെയിനുകളുടെ വേഗതയ്ക്കോ പുതിയ സാങ്കേതിക വിദ്യയ്ക്കോ എതിരഭിപ്രായമോ പരാജയ സാധ്യതയോ ഒന്നുമില്ലെങ്കിലും ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള 5470 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കേണ്ടി വരുന്ന ടണലിന് വരുന്ന ചെലവ് ഒരു പ്രശ്നം തന്നെയാണ്. ഈ അടുത്തിടെ സ്പെയിനിനെയും മൊറോക്കോയെയും ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിന്റെ നിർമ്മാണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ കാരണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇതേപ്പറ്റി സ്പെയിനിന്റെ ഗതാഗത മന്ത്രി ഓസ്കാർ പ്യൂയിന്റെ ഒലീവ് പ്രസിനോട് പറഞ്ഞത് സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ സങ്കീർണമാണ് എന്നാണ്. നിർദ്ദിഷ്ട റെയിൽപാത കടന്നുപോകുന്ന തെക്കേ അമേരിക്ക, ആഫ്രിക്ക പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ നിരന്തരമായി കടലിനടിയിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഈ പാത നിർമ്മിക്കുന്നതിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാര്യങ്ങൾ ഇത്രയൊക്കെ സങ്കീർണത നിറഞ്ഞതാണെങ്കിലും സ്പേസ് എക്സിനെയോ ഇലോൺ മസ്കിനെയോ നമുക്കൊരിക്കലും ചെറുതായി കാണാൻ കഴിയുകയില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് നമ്മളെല്ലാവരും കരുതിയ അദ്ദേഹത്തിന്റെ വൻ വിജയമായ ബഹിരാകാശ ദൗത്യം അദ്ദേഹത്തെ വട്ടനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് കളിയാക്കിയവർക്കുള്ള മറുപടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയും അദ്ദേഹം വിജയിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നതും.